സാർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലെത്തിയത് പലസ്തീനെ അനുകൂലിക്കുന്ന ഈ തണ്ണിമത്തൻ്റെയൊക്കെ പടമൊക്കെയുള്ള ഒരു ബാഗൊക്കെ ആയിട്ടാണ്. അതേ ദിവസമാണ് ഇന്ത്യ വിജയ് ദിവസ് എന്ന പേരിൽ ആഘോഷിക്കുകയും വലിയ സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുന്നത്. കാരണം ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയുടെ മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം സ്വതന്ത്രമാക്കിയെടുക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനെ 13 ദിവസം നീണ്ടുന്ന യുദ്ധത്തിൽ പരാജയപ്പെടുന്നു. അപ്പോൾ വലിയൊരു സന്തോഷമാണ് അത് നടക്കുന്നത്. ആ സന്തോഷത്തെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് പ്രിയങ്ക ഇത് കാണിക്കുന്നു. തൊട്ടടുത്ത ദിവസം പ്രിയങ്ക ഒരു ബാഗോട്ട് വരുന്നു, ബംഗ്ലാദേശിലെ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ഞങ്ങൾ പിന്തുണ നൽകുന്നു എന്ന് പറഞ്ഞിട്ട്. അതിന് കാരണം വെച്ചാൽ തലേദിവസം BJP MP പറഞ്ഞു, നിങ്ങളുടെ മുത്തശ്ശി ചെയ്ത ഒരു വലിയ പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നില്ല, പലസ്തീനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വരുന്നു. എന്നാൽ ബംഗ്ലാദേശിൽ കൊല്ലപ്പെടുന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കുറിച്ച് നിങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ശരിക്കും ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധി ഒരു ഷോ കാണിക്കാനുള്ള ആളായിട്ടാണോ ലോക്സഭയിൽ വരുന്നത്? പ്രിയങ്ക ഗാന്ധിയുടെ ഒരു കന്നിപ്രവേശമാണ് പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസം നടന്നത്. വലിയ പ്രതീക്ഷകൾ പ്രിയങ്കയെക്കുറിച്ച് പൊതുവെ രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകൾ വച്ചു പുലർത്തുന്നുണ്ട്. പ്രിയങ്കയുടെ പ്രസംഗം ഒക്കെ അതിന് അനുകൂലമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അത് സ്ഥാപിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. എന്നുവെച്ചാൽ നല്ല സാധ്യതയുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന ഒരു പ്രഭവ അതിനെ ഉണ്ടാക്കാനായിട്ട് കഴിയും. പക്ഷേ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നിരന്തരമായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു മൈൻഡാണ് ഒരു പൊളിറ്റിക്കൽ മൈൻഡ് എന്ന്. ആ മൈൻഡ് എത്രത്തോളം പ്രിയങ്കയ്ക്കുണ്ട് എന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ അവരുടെ ഈ ബാഗ് തൂക്കിയുള്ള യാത്ര നടത്തിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്ന് ശരിയാണ്, ബംഗ്ലാദേശ് എന്ന് പറയുന്നത് നിർമ്മിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അതിൽ 2 ആസ്പെക്റ്റുകളുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ ആജന്മശത്രുവായിട്ട് നിൽക്കുന്ന പാകിസ്ഥാൻ രണ്ടാക്കപ്പെടുന്നു. അതെ, ഇന്ദിരാഗാന്ധിക്ക് അതുകൊണ്ട് വലിയ നഷ്ടം സംഭവിച്ചു. ശരിക്കും അടിയന്തരാവസ്ഥ പോലെ അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഗരീബി ഘട്ടാവോ എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തി ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യും എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തി അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ജയിച്ചു. പക്ഷേ അവർക്ക് ആവശ്യത്തിന് ഫണ്ട് ദാരിദ്ര്യമില്ലായ്മ ചെയ്യുന്നതിനോ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി തിരിച്ചുവിടാനായിട്ട് കഴിഞ്ഞില്ല. ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കിട്ടാതെ പോകുന്നതിന് 2 കാരണങ്ങളാണെന്ന് ഉണ്ടായത്. ഒന്ന്, ബംഗ്ലാദേശ് യുദ്ധമാണ്. നമ്മൾ കോടിക്കണക്കിന് രൂപ ആ യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടി വന്നു. 2, നമ്മളുടെ വിളവുകളെല്ലാം തന്നെ നമ്മളെ ചതിച്ച വർഷം കൂടിയായിരുന്നു. ഈ 2 വിഷയങ്ങൾ കൊണ്ടാണ് ഇന്ദിരാഗാന്ധി സാമ്പത്തികമായി എല്ലാ തരത്തിലും ഞെരുക്കത്തിലാകുകയും അവരെത്തിയ മുദ്രാവാക്യം അവർക്ക് നടപ്പിലാക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെയാണത് അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ കാരണം അതായിരുന്നു. അങ്ങനെ സംഭവിച്ചെങ്കിൽ പോലും ചരിത്രത്തിൽ ഇന്ദിരാഗാന്ധി ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു ഭരണാധികാരിയാണെന്ന് തെളിയിക്കപ്പെട്ട സംഭവമായിരുന്നു ബംഗ്ലാദേശിന് വേണ്ടി നടത്തിയ ആ യുദ്ധവും അതിൽ ഇന്ത്യ നേടിയ വലിയ വിജയവും. അതുകൊണ്ടാണ് ഈ 13 ദിവസത്തെ യുദ്ധത്തിന് ശേഷം നമ്മൾ ആ യുദ്ധവിജയത്തെ ബംഗ്ലാദേശിൻ്റെ വിജയ് ദിവസ് നമ്മൾ വിജയ് ദിവസ് എന്ന പറയുന്ന പേരിലാണ് നമ്മൾ ബംഗ്ലാദേശിലെ പട്ടാളക്കാർ ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുന്ന. അപ്പോൾ അന്നത്തെ ദിവസം പാർലമെൻറ്റിൽ വരുമ്പോൾ അത് പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അതെ, ആ പ്രധാനപ്പെട്ട വിഷയം അവരുടെ മനസ്സിനകത്തും അവരുടെ രാഷ്ട്രീയ ചിന്തയിലും കടന്നു വരാതിരുന്നത് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയത്തിനോടുള്ള ഇവരുടെ ഒരു ഇൻറ്റിമസി ഉണ്ടല്ലോ, അതിൻ്റെ കുറവ് തന്നെയായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. കാരണം അവർക്കത് പിറ്റേ ദിവസം തന്നെ അത് മനസ്സിലായി അത് തെറ്റായിരുന്നുള്ളത്. അതുകൊണ്ടാണ് ആദ്യ ദിവസം പാലസ്തീൻ്റെ പ്രശ്നങ്ങൾ ഉയർത്തി പ്രിയങ്ക ഗാന്ധി അടുത്ത ദിവസം ബംഗ്ലാദേശിൻ്റെ പ്രശ്നങ്ങൾ പറയാൻ തയ്യാറായി. വീണ്ടും ബംഗ്ലാദേശിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് അതൊരു ഷോ ആണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഈ ഷോ ബിസിനസ് ഇന്ന് പൊളിറ്റിക്സിൻ്റെ ഒരു പാർട്ടായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ആ ഷോ ബിസിനസ്സിൽ പോലും വിജയിക്കാനായിട്ട് കഴിയണമെങ്കിൽ അവർക്ക് അവരുടെ ഉള്ളിൽ ഒരു വേണം, പൊളിറ്റിക്കൽ ഇൻറ്റിമസി വേണം. അതിൻ്റെ എന്തൊരു കുറവുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, അത്ര കാര്യമായിട്ടുള്ള അനുഭവം ഇല്ലാത്ത ഒരു കാര്യം കൂടി ആയിട്ട് ഇതിനെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം അവർ രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇതുവരെയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ പല തെരഞ്ഞെടുപ്പുകളിലൊക്കെ ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയായിട്ടൊക്കെ നിന്നിരുന്നു. ആ സമയത്തൊക്കെ ഈ രാഷ്ട്രീയ ധാര അവരുടെ പ്രവർത്തിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് പ്രവർത്തിച്ചിട്ടുണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്ത ഒരു
കാലമാണ്. അതിനൊരു എക്സാമ്പിളാണ് ഇത് ശരിക്കും. അത് മാത്രമല്ല, പ്രിയങ്ക ആദ്യമായിട്ട് ലോക്സഭയിൽ സംസാരിക്കാൻ പോകുന്നു. ആദ്യ ദിവസം പ്രിയങ്ക സംസാരിക്കാൻ പോകുന്നത് ലോക്സഭ ഉറ്റുനോക്കുമായിരുന്നു. കാരണം ആ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരാളോട് വരുന്നു. അപ്പോൾ അവരുടെ പ്രസംഗത്തിൽ പറഞ്ഞത് ഹിമാചൽ പ്രദേശിലെ കർഷകരെ നോക്കൂ, അവിടുത്തെ ആപ്പിൾ കർഷകർ ദുരിതത്തിലാണ്, അവിടുത്തെ സർക്കാർ അവർക്കൊന്നും ചെയ്യുന്നില്ല, എത്രയോ കാലമായി അവിടുത്തെ കർഷകർ ദുരിതം അനുഭവിക്കുന്നു. അത് കേട്ടപ്പോൾ BJPയുടെ ഭാഗത്ത് നിൽക്കുന്നത് ഭയങ്കര ചിരിയാണ്. കാരണം എന്താ, കഴിഞ്ഞ എത്രയോ വർഷമായി ഈ പറയുന്ന ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. അപ്പോൾ എന്തോ ഒരു കുറ്റപ്പെടുത്തുക, അദാനിയെ കുറ്റപ്പെടുത്തുന്ന ലക്ഷ്യത്തോടെയാണ് പറഞ്ഞത്. അദാനിക്ക് വേണ്ടി ബാക്കിയുള്ളവരെയൊക്കെ തന്നെ ഒറ്റപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞാൽ വന്നത്. പക്ഷേ പറഞ്ഞൊരു ഉദാഹരണം വരുമ്പോൾ ഹിമാചൽ പ്രദേശിലേക്ക് വന്നാൽ അവിടുത്തെ ആപ്പിൾ കർഷകരെ സംരക്ഷിക്കുന്ന അവിടുത്തെ സംസ്ഥാന സർക്കാരല്ലേ. അപ്പോൾ അതുപോലും കൃത്യമായി പഠിക്കാതെ, അല്ലെങ്കിൽ ഈ പ്രസ് നോട്ട്, ഈ പ്രസംഗിക്കേണ്ട കാര്യങ്ങൾ എഴുതി കൊടുക്കുന്നവർ കൃത്യമായി പ്രിയങ്കയെ അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കാതെ അങ്ങനെയൊക്കെ വരുന്നവർ എന്ത് രാഷ്ട്രബോധമാണ്? അല്ല, ശരിക്കും പറഞ്ഞാൽ അത് രാഷ്ട്രീയമായ വലിയ പരാജയമായിരുന്നു. മാധ്യമങ്ങളൊക്കെ തന്നെ അത് ആഘോഷിക്കുകയും ചെയ്തു. സെൽഫ് ഗോൾ എന്ന നിലക്കാണ് അതിനെ വിശേഷിപ്പിച്ചത്. കാരണം വെച്ചാൽ കോൺഗ്രസ് ഗവൺമെൻറ്റിനെതിരെ തന്നെ അവർ ഗോളടിക്കുകയാണ് ചെയ്തത്. അല്ല, അതൊക്കെ അബദ്ധങ്ങളാണ്. അബദ്ധങ്ങൾ വരാത്തതിൻ്റെ കാരണം അവർക്ക് എഴുതി കൊടുത്തിട്ട് അവർ പ്രസംഗിക്കുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും, ഈ എഴുതി കൊടുത്തിട്ട് പ്രസംഗിക്കുന്നത് പോയിൻറ്റ്സ് ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ. ഇവർക്ക് പ്രസംഗിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന അവരുടെ ഒരു ടീമുണ്ടല്ലോ, ആ ടീം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ഒരിക്കലും കാണിക്കാനായിട്ട് പാടില്ലാത്തതാണ്. ഇനി അവരും മണ്ടത്തരം കാണിച്ചാലോ അത് ഇവർ ക്രോസ് ചെക്ക് ചെയ്ത് പരിശോധിക്കണ്ടേ? അത് പരിശോധിച്ചില്ല എന്ന് പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള അടിത്തറയുടെ കേട് തന്നെയായിട്ടാണ് അത് കണക്കാക്കപ്പെടുക. അത് പക്ഷേ മോശമാണ്. കാരണം എന്ന് വെച്ചാൽ ഒന്ന്, വൻ പ്രതീക്ഷയോടുകൂടിയാണ് പ്രിയങ്കയെ ഈ പാർലമെൻറ്റ് സ്വീകരിച്ചത് തന്നെ. കാരണം അതിപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ, നേരത്തെ കഴിഞ്ഞ ഒരു പാർലമെൻറ്റിലായിരുന്നെങ്കിൽ ഇതേപോലെ അവർക്ക് വേണ്ടി ആരവം മുഴക്കാനായിട്ട് ആളുകൾ കുറവാകുമായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ്സിന് കുറേയധികം ആളുകളുണ്ട്. പ്രതിപക്ഷത്തെ ഇന്ത്യ മുന്നണി എന്ന നിലയ്ക്ക് തന്നെ 10-200 പേരിലധികം ഉള്ള ഒരു സാഹചര്യമുണ്ട്. പാർലമെൻറ്റ് വളരെ സജീവമാണ് ശരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വളരെ പെർഫെക്റ്റ് പെർഫോമൻസാണ് യഥാർത്ഥത്തിൽ പ്രിയങ്ക കാഴ്ചവെക്കേണ്ടിയിരുന്നത്. പക്ഷേ അവിടെ ഈ സെൽഫ് ഗോളുകളൊക്കെ വന്ന് അവരുടെ ആ പ്രകടനത്തെ ഒന്ന് മങ്ങലേൽപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേപോലെ തന്നെയുള്ളൊരു വിഷയമാണ് ഈ പലസ്തീനും അതേപോലെ തന്നെ ബംഗ്ലാദേശും. ശരിയായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ടൈമിംഗ് ആണ് പ്രശ്നം. ആ ടൈമിംഗ് അവർ പാളിപ്പോയി എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ ബംഗ്ലാദേശുമായിട്ടുള്ള യുദ്ധത്തിൽ ശരിക്കും പറഞ്ഞാൽ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശികളെ മോചിപ്പിക്കുകയായിരുന്നു. അവിടുത്തെ മുക്തി ബാഹിനി എന്ന് പറയുന്ന അവിടുത്തെ സന്നദ്ധ സംഘടനയുമായിട്ട് അല്ലെങ്കിൽ ഒരു സൈന്യവുമായി ചേർന്ന് ഇന്ത്യൻ സൈന്യം അവരെ മോചിപ്പിക്കുന്നു. ആ സമയത്ത് 93,000-ഓളം സൈനികർ പാകിസ്ഥാൻകാരാണ് നമ്മുടെ പിടിയിലായത്. എന്നിട്ടും ഈ ഇന്ദിരാഗാന്ധി അന്ന് ഈ 93,000-ഓളം വരുന്ന ആർമിയെ വിട്ടയക്കുക ചെയ്തത്. വേണമെങ്കിൽ ഇന്ത്യക്ക് വില പേശമായിരുന്നു, പാക് ഒക്കുപ്പൈഡ് കാശ്മീർ നമുക്ക് തന്നാൽ ഇവരെ വിട്ടുതരാമെന്നൊക്കെ പറയും. പക്ഷേ അതൊന്നും ചെയ്തില്ല. എന്തായാലും അങ്ങനെ വിട്ടു തന്ന ആ ബംഗ്ലാദേശ് ഇന്ന് ഇന്ത്യയോട് കാണിക്കുന്ന നിലപാട് എന്താ? അപ്പോൾ ഇന്ന് ഇന്ത്യയിലെ ഹിന്ദുക്കളായ സന്യാസിമാരെ ഉൾപ്പെടെ അവർ ജയിലിൽ പിടിച്ചിടുന്നു, ഹിന്ദുക്കളെ വംശഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു, ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നു. ഇതൊക്കെ ആകുമ്പോൾ പ്രിയങ്കയെ പോലുള്ള ഒരാൾ വന്ന് ശരിയാ ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട്, ബംഗ്ലാദേശ് എൻ്റെ അമ്മൂമ്മ മോചിപ്പിച്ച ബംഗ്ലാദേശിന് ഇന്നത്തെ ഈ അവസ്ഥ വന്നു എന്നൊക്കെ ഇവർക്ക് വളരെ ക്രെഡിറ്റോടുകൂടി പറയാം, അഭിമാനിക്കാവുന്നൊരു കാര്യം. കാരണം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്രയധികം ആർമിയിലെ ആ ഉദ്യോഗസ്ഥർ കീഴടങ്ങിയ ഒരു യുദ്ധം മറ്റൊന്നുമില്ല. 13 ദിവസം കൊണ്ട് ഇത് തീരുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് കോൺഗ്രസ് സർക്കാരിനാണ്, ഇന്ദിരാഗാന്ധിക്കാണ്. അപ്പോൾ ആ ബംഗ്ലാദേശ് ഇന്ന് നമ്മളോട് നന്ദികേട് കാണിക്കുന്നു, അത് ഈ BJP സർക്കാരിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് കുറ്റം പറഞ്ഞാൽ പോലും അവരുടെ പ്രസംഗത്തിലൊരു പോയിൻ്റ് ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതൊന്നും പറയാതെ അവിടുത്തെ ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ വേണ്ടി യാതൊന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ആരോ കൊടുത്തൊരു ബാഗ് എടുത്തിട്ട് ബംഗ്ലാദേശിന് വേണ്ടിയിട്ട് കണ്ണീർ പൊഴിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പ്രിയങ്ക വരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയാണോ ഈ പുതുതലമുറയിലെ രാഷ്ട്രീയക്കാർ വരുന്നത്? പുതുതലമുറ എന്ന് പറയുമ്പോൾ അവർ പ്രായം കൊണ്ടല്ല, ആദ്യമായി പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് വരുന്ന വെച്ചിട്ട്. ഇപ്പം രാഹുൽ ഗാന്ധി എത്രയോ മണ്ടത്തരങ്ങൾ പറയുന്നു, തുടർച്ചയായിട്ട് തന്നെ പ്രിയങ്ക അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അവരിൽ പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുമോ? ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളുടെ പഴയ ഒരു നേതൃത്വം എന്ന് പറയുന്നത് അത് എല്ലാം തന്നെ വികാരം ഇല്ലാതായി. അവരൊക്കെ വളർന്നു വന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചുളയിലാണ്. ശരി എന്നുവെച്ചാൽ എല്ലാ ദിവസവും അത്രമാത്രം പ്രതിരോധാത്മകമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തി, തല്ലുകൊണ്ട്, ഇടികൊണ്ട്, ജയിൽ ശിക്ഷ അനുഭവിച്ച്, ജയിലിൽ കിടന്നവരോട് വായിച്ച്, അങ്ങനെ ഒരു ബൃഹത്തായിട്ടുള്ള രാഷ്ട്രീയ ലോകം, രാഷ്ട്രീയ സെൻസ് അവർക്കുണ്ടായിരുന്നു. ആ സെൻസ് പുതിയ തലമുറയിലില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിപ്പോൾ പുതുതലമുറ എന്ന് നമുക്ക് ന്യൂ ജനറേഷൻ പൊളിറ്റിക്സ് എന്ന് നമുക്ക് പറയാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിലും അതൊക്കെ ഉണ്ട്. അതിൽ മാറ്റങ്ങൾ വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ പുതിയ രാഷ്ട്രീയം വേറെ രീതിയിലാണ് പ്രകടമാക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നിയമസഭകളും പാർലമെൻറ്റിലും ഒക്കെയാണ് ഇപ്പോൾ രാഷ്ട്രീയമുള്ളത്, പുറത്തില്ല എന്നുള്ളതാണ്. പുറത്ത്
വളരെ വലിയ തരത്തിലുള്ള സമരങ്ങളെന്നൊക്കെ പറയുന്നു. ഇപ്പോൾ കർഷക സമരം നടക്കുന്നുണ്ട്, ശരിയാണ്. അവിടെ പൊളിറ്റിക്സ് ഉണ്ട് കർഷക സമരം നടക്കുന്ന സമയത്ത്. കാരണം അത് ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല, അതിങ്ങനെ നിരന്തരമായിട്ട് നിരവധി വർഷങ്ങളോളം നീളുന്ന പ്രശ്നമായി തീരുക. അവരുടെ ജീവൽ പ്രശ്നങ്ങളാണ് അവിടെ ചർച്ചയ്ക്ക് വരുന്നത്, ജീവൽ പ്രശ്നമാണ് രാഷ്ട്രീയമായിട്ട് വരുന്നത്. അങ്ങനെയുള്ളൊരു അനുഭവം എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയ്ക്കില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഈ സമരത്തിലൂടെ പാകപ്പെട്ടതായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഇല്ല. അതല്ലാതെ അവർക്കിപ്പോൾ നെഹ്റു കുടുംബത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം പറയാം എന്നല്ലാണ്ട് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയുന്നത് അവർക്കില്ലാതെ പോകുന്നത് കൊണ്ടാണ് അവരിങ്ങനെ അവരുടെ അനുയായികളെ പോലും യഥാർത്ഥത്തിൽ നിരാശപ്പെടുത്തുന്നത്. അവരുടെ അണികളെയാണ് നിരാശപ്പെടുത്തുന്നത്. മാത്രമല്ല നമ്മളൊരു ശക്തമായിട്ടുള്ള പ്രതിപക്ഷം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമൂഹമുണ്ട്. കാരണം ഏതൊരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള ഭരണപക്ഷവും ശക്തമായിട്ടുള്ള പ്രതിപക്ഷമാണ്. എങ്കിൽ മാത്രമാണ് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഭരണം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ടുള്ള ഈ പ്രതിപക്ഷ കാംക്ഷികളായിട്ടുള്ള ആളുകൾ അവരെയും യഥാർത്ഥത്തിൽ പ്രിയങ്ക ഗാന്ധിനെ നിരാശപ്പെടുത്തി എന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി അവസാനം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുമോ? അല്ല, അങ്ങനെയല്ല. അങ്ങനെ നിരാശപ്പെടുത്തി കുറച്ച് ദിവസം ഇനിയും ഒരുപാട് സംഭവങ്ങൾ നടക്കാനിരിക്കുന്നതാണ്. ആ സംഭവങ്ങളിലൊക്കെ അവർ തിരുത്തി ക്ലിയർ ലൈനിൽ അവർക്ക് പോകാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയ ഭാവിയുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്നവരെ പുറത്താക്കിയില്ലെങ്കിൽ പോലും പുറത്താകുന്ന സ്ഥിതി വരും. കാരണം എന്ന് വെച്ചാൽ രാഷ്ട്രീയം അങ്ങനെയാണല്ലോ, ജനങ്ങളാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, ഇവരെ ഒരു സ്ഥലത്ത് നിന്ന് നിലനിർത്തുന്നത്. അങ്ങനെ നിലനിർത്താൻ പറ്റുന്ന തരത്തിൽ അവർ പാകപ്പെടുകയും അവർ അങ്ങനെ അവരെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്താൽ മാത്രമാണ് അവർക്ക് ജനങ്ങളുടെ ഒരു വലിയ നേതാവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും.